ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ഒരു യാത്ര പോവുകയാണ്. യാത്ര എന്ന് വെച്ചാൽ നമ്മുടെ കോളേജ് IV ആണ്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ഇറങ്ങിയാണ്. അപ്പോൾ നമ്മൾ അടുത്തേക്കാ പോതെ അടുത്തേക്കാ ഇതിലിടും. പിന്നെ അപ്പം ഇത് ഗസൽ, ഇത് അഗ്രജ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോയത്. ഇവർ രണ്ടാളും രണ്ട് വീട്ടിലുണ്ടായിരുന്നു ഇന്നലെ. അപ്പം നമ്മൾ വഴിയെ എല്ലാം കണിയാം. ഹായ് ഗായ്സ്, നമ്മൾ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അമ്മാൻ തിരി അതിലും മുഖെല്ലാം ഒത്തിരുന്നില്ല. അപ്പൊ നമ്മളിതാ ട്രെയിനിലേക്ക് പോയത്. ഷിബില, നമ്മളെ ട്രിപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതെയോ? അപ്പൊ നമ്മ തുടങ്ങിയിട്ട് എത്ര അപ്പൊക്ക് അഗ്രഹിച്ച ഓരോ സാധനങ്ങൾ പൊളിച്ച് കൊണ്ടുപോകുന്നുണ്ട്. സംഗീത് ചോദിക്കാനും പറഞ്ഞു. ഒന്നും ചെയ്യില്ലടാ, ഒന്നും ചെയ്തില്ല. തിളക്കായി ഫേഷ്യലും ചെയ്തില്ല. ഫേഷ്യൽ ചെയ്തില്ല. അന്ന് അടുത്ത പ്രാവശ്യം അടുത്ത ട്രിപ്പിൽ ഫേഷ്യൽ ചെയ്തിട്ട് ഒരതിഥി വന്നിട്ടുണ്ട്. അടുത്തായി നമ്മൾ ഹലോ, മൈ നെയിം ഈസ് ഹിയർ വി ആർ ഹിയർ ടു പ്രസന്റ്. അറിയല്ല മാറുന്ന എന്താ തുടങ്ങിയ അഗ്രജ പറയണ്ട. അഗ്രജ് പറടാ, നീ പറ, 2 വാക്ക് പറയും. ഇത് വളരെ നല്ലൊരു ഇതാണ്. അത് ഒരു വളരെ നല്ലൊരു ഇതാണ്. ഇങ്ങുവാ ഇങ്ങനെ കേറി വരാം. വരണ നമ്മളെ ഐവിനെ കുറിച്ച് 2 വാക്ക് എന്താ പറയണ്ടെന്ന് പറ. അതെല്ലാം വേണം. സൗണ്ട് കേൾക്കൂല. നമ്മളെ ബാച്ചിനോട് വരുന്ന എക്സ്പെക്ടേഷൻ. റിയാലിറ്റി പറയാനായില്ലല്ലോ, വന്നിട്ട് പറയാം. എക്സ്പെക്ടേഷൻ വെച്ചാൽ സാധാരണ ഉണ്ടാവുന്ന പോലെ തന്നെയാണ്. പക്ഷെ ഓരോ ആൾക്കാരുടെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. അപ്പൊ അതില് ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എന്ത് നടക്കുന്നുള്ളതിൽ. നിങ്ങളൊക്കെ പിന്നെ ഓൾറെഡി അടിപൊളി ആയതുകൊണ്ട്, അത്രയും വൈബിന്റെ ആൾക്കാരായതുകൊണ്ട് അതിനോട്ട് പോയിന്റ്. ചിലപ്പോൾ പിടിച്ചുകൊണ്ട് പോകും. ഒരു ചാൻസ് കിട്ടുമ്പോഴത്തേക്ക് ഗോൾ അടിച്ചല്ലോ. എന്താ പറയാൻ, നമുക്ക് നടന്നോണ്ട് പോവാം. സ്റ്റേഷൻ നിർത്തണോ? എന്ത് നിർത്തണോ? വേണ്ടല്ലേ? ഇവിടെ നിർത്തണോ? വേണ്ടല്ലേ? നല്ല ബ്ലോഗ്. ശരിക്കൊരു കണ്ണുണ്ടാ? പറയൂ, എന്താ പറയണ്ടേ? ഒന്നും പറയാനില്ലേ? അതിനെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻസ് വരാം. ഒന്നും പറയല്ലേ? ആകർഷം പറഞ്ഞു ഫുഡ് കിട്ടണം. അത് കിട്ടുമായിരിക്കും. ഉച്ചക്കുള്ള വേണ്ടതിനുണ്ടോ? ഷഫ്നാസിന്റെ നിനക്ക് മാത്രമാണ്. ഷഫ്നാസിന്റെ നിനക്ക് മാത്രമാണ്. എല്ലാ ഷഫ്നാസ് അതിനെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻ പറഞ്ഞേ. ഒന്നും പറയാനില്ല, യാതൊരു എക്സ്പെക്ടേഷൻ ഇല്ലാണ്ടാണ്.
എക്സ്പെക്ടേഷൻ ആൻഡ് പിന്നെ ഔട്ട്കം അടിപൊളിയാക്കാൻ വേഴ്സ്റ്റ് എക്സ്പെക്ട് ചെയ്തതിനാൽ നമുക്ക് ഔട്ട്പുട്ട് ഭയങ്കരമായിട്ട് കിട്ടും. സോ നമ്മൾ വേഴ്സ്റ്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സാർ അങ്ങനെ പറഞ്ഞത് ബാത്റൂം ഒക്കെ വേഴ്സ്റ്റ് ആക്കണം. സോ എന്നാലേ കുറച്ച് സന്തോഷിക്കാൻ പറ്റൂ. ഇതൊന്നും ഒരു പേരുള്ളേ. ഇതൊക്കെ ഇപ്പൊ പോകുന്നുണ്ടെങ്കിൽ പോയിക്കോ. അതിനുശേഷം കേരളം വിട്ടു കഴിഞ്ഞാൽ പിന്നെ ലൈവാ ശരിക്കും അതുണ്ട് ലൈവാ. അതിനെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻ പറയും ഇവരുടെ കൂടെ പോകുമ്പോൾ ഉള്ളത്. വളരെ നല്ല രീതിയിൽ ഒരു ഐവി ആയിരിക്കുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇല്ലോണ്ട് ഷബ്നാസ് ഇല്ലോണ്ട് കുറെ കൂടെ നന്നാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. സംഭവം ഗംഭീരാവും നോക്കാം. നല്ലൊരു ഇതാവട്ടെ. ഫസ്റ്റ് ടൈമാണ് സ്റ്റുഡൻസ് ആയിട്ട് ഐവി പോകുന്നത്. അപ്പൊ അതിന്റേതായ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അതിന് എന്താവും അറിയത്തില്ല. നല്ല എക്സ്പെക്ടേഷൻ തുടങ്ങിയിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് തുടങ്ങിയപ്പോ തന്നെ സീനായി. അപ്പൊ ഇനി അങ്ങെത്തുമ്പോഴത്തേക്ക് എന്താ അതെ അടിപൊളിയാണ്. നന്ദന ഓറഞ്ചിൽ സാറിന് എങ്ങനെ തോന്നുന്നത് ബ്ലോഗ് എടുക്കുന്ന മതി. ഓറഞ്ചിന്റെ വരൂ വരൂ കടന്നു വരും കടന്നു വരും കടന്നു വരും കടന്നു വരും. അതിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ് പറയും. എക്സ്പെക്ടേഷൻസ് ശബ്ദാസിലോട്ട് നല്ലൊരു എക്സ്പെക്ടേഷൻസ് സൂപ്പർ ഫാന്റാസ്റ്റിക് മാർവലസ്. നല്ല അടിപൊളിയായിരിക്കണം. എല്ലാം അവര് പറയും. ഇത് വെച്ചാല് നമ്മളെ പിള്ളേരുടെ പകുതിയാണ് ഇപ്പുറത്തുള്ള. നമ്മള് പിള്ളേരുടെ അടുത്ത് പോയിരുന്നു. ഹായ് ഗായ്സ്. നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻസ് പറയും. അടിപൊളി എക്സ്പെക്ടേഷൻ നമ്മളൊന്നും വെക്കുന്നില്ല. വെച്ചൂടാ. അതിലെന്താ പറയൂ. അത് തന്നെ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ല. നമുക്ക് നോക്കാം. അന്റെ അതിൽ പറയും. എന്റെ അറിയാതെ വെച്ച് ഞാൻ നിയാജിന് കൊടുക്കും. നിയാജ് നോക്കി ചെയ്യാനാ പറയുന്നത്. നോക്കിട്ട് എന്താ ഞാൻ കുർത്തിടുന്നില്ലേ? കുർത്തിട്ട അമിതാഭ് ബച്ചനോ? ഓ സെറ്റ്. നിജു ഇനി അഭിനവിന്റെ എന്താണ് നോക്കാം. പഴം വയ്യത്തൊന്നു ലോ ആയിട്ട് പറയുന്നതല്ല. ലോ എക്സ്പെക്ടേഷൻ. ആരാണല്ലേ എന്തെങ്കിലും മാറ്റി പറയണ്ടേ? എല്ലാരും അതെന്തോടാ അങ്ങനെ പറയാത്. നീ പറ എക്സ്പെക്ടേഷൻസ് പറ. ഏത് നല്ല ഫുഡ് ട്രൈ ചെയ്യണം. പിന്നെന്ന് പറയുന്നത് കൊത്തുന്ന അയാൾ ആ സാധനം തിന്നണം. പിന്നെ
പിന്നെ മുഹബത്ത് ഖാൻ സാർ രണ്ട് വാക്ക് അതിനെ കുറിച്ച് രണ്ട് വാക്കോ. ഐ പൊളിക്കണം, അടിപൊളിയാക്കണം, രണ്ടൊക്കെ ആയില്ലേ? ഗൈസ് നമ്മള് മംഗലാപുരം എത്തി ഗൈസ്. മംഗലാപുരത്തി ആ അവനെ മംഗലാപുരത്തി എന്താ പറയണ? മംഗലാപുരത്തി എന്താ പറയണ? അടിപൊളിയാ, നല്ല വ്യൂ അല്ലേ? മോനെ പക്ഷേ ഓരോ മണിക്കൂറായിട്ടാ കൊടുത്തു, കുക്കി കൊടുത്തു. ആ നോക്കാൻ തുറക്ക്. കുക്കിനെ കുറിച്ചുള്ള രണ്ട് അഭിപ്രായം. ആ പറ പാട്ട് പാട്ടെ, ബാക്ക്ഗ്രൗണ്ട് കൊടുക്കട്ടെ. കുക്കി ഉണ്ടാക്കിയ ആളതെ ക്ലിയർ ആവുന്നില്ല മറിയ, സീനായി അടിച്ചുപോയി. ആ ഗൈസ് മന്തിനെ കുറിച്ചുള്ള റിവ്യൂ അറിയോ? പറയോ മന്തിനെ കുറിച്ചുള്ള റിവ്യൂ ഇത് ഉണ്ടാക്കിയ ഷെഫിനെ ആരറിയോ? ഗൈസ് ഒരവിഹിതം. അയ്യോ അവീതം പിടിച്ച് എന്ത് ചെയ്യുന്നു നിങ്ങളിവിടെ? എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഓക്കെ ഹായ് ഗൈസ് പുതിയ സ്ഥലത്തിന്റെ പേര് നോക്കൂ, കുണ്ടപ്പുറം. നമ്മളെ ഈ സ്ഥലത്തിനെ പറ്റിട്ട് എന്താ പറയാനുള്ളത്? നോക്കൂ സ്ഥലത്തിന്റെ പേര് നോക്ക്. നമ്മളെ സ്ഥലത്തിനെ കുറിച്ച് രണ്ട് മൈക്കാ കുണ്ടാപ്പുറയിൽ എത്തിയിട്ടുണ്ട്, കർണാടകയില്. ഇനിയിപ്പോ ഒരു 10 സ്റ്റേഷനും കൂടി കഴിയാനുണ്ട്. ആ 10 സ്റ്റേഷൻ കഴിയുമ്പോൾ നാളെ ഈവനിങ് ആവുമായിരിക്കും. പിന്നെ രാജസ്ഥാനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈവേ കളറായി വെച്ചാൽ പകുതി കളറായി. ഷഫ്നാസ് വീഡിയോ എടുക്ക് എന്നു പറയണ്ടേ? നല്ല വൈബായിട്ടുണ്ട്, വരുന്നുണ്ട് ട്രിപ്പെല്ലാം. പിന്നെന്താ പറയണ്ടേ? പിന്നെ ഷഫ്നാസ് രാത്രിക്കുള്ള ചോറ് വെക്കുന്നുണ്ട്. ഇപ്പം ഇന്നത്രയില്ല, വൈകുന്നേരം ചോദിക്കടാ. കുണ്ടാപ്പുറയിലെത്തിയിട്ടുണ്ട് നമ്മള്. കുണ്ടാപ്പുറയിലെത്തിയിട്ടുണ്ട് നമ്മള്. ഈ നാടിനെ കുറിച്ച് 2 വാക്ക് പറയാം. നല്ലൊരു പൂറാണ്. അത് നമുക്ക് അവിടെ എത്തിയിട്ട് എന്തെല്ലാം അതിന് പരിപാടിയില്ല. ഇങ്ങനെയൊക്കെ വേറെ ആക്കുന്ന വിചാരിക്കും. ഇല്ല അങ്ങനൊന്നും വിചാരിക്കുന്നില്ല. ഉണ്ടല്ലോ, സാധനം ഉണ്ടല്ലോ, മൈക്കുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഇങ്ങനെ അടുപ്പിച്ചൊക്കെയല്ലേ വേറെ. അതെ ഇന്നത്തെ എല്ലാ മൈക്ക് നല്ല സൗണ്ട് ഉണ്ടാവും. നീ പറ 2 വാക്ക്. വെറുതെ എന്തെങ്കിലും പറഞ്ഞോ? ചക്ക മാങ്ങ അവിടെ ഏത് അടുത്ത സ്റ്റേറ്റ് എന്റെ കരളിലെ പാട്ടിനോ. നമുക്ക് പാട്ട് പാടാലോ? പാട്ട് പാടാം എല്ലാവർക്കും. തീവ്രവാദി
എങ്ങനെ എങ്ങനെ അനീസ അനീസേ നമുക്ക് വേണോ അനീസ നമുക്ക് വേണോ മാറിക്കൊടുക്ക് മാറിക്കൊടുക്ക് ഫാത്തിമ അറിയില്ല ഇതിന്റെ കണ്ണ് ആര് പറയാറ് പറയാറ് ആ അമ്മ പറഞ്ഞില്ലേ ആ എല്ലാം പറയാനുണ്ടോ അറിയില്ല എന്തോ നീ ഏതാ ഷിയലഹി ഹലോ 2-3 മിനിറ്റ് ടൈം ഓവർ തനി ആവർത്തനം പറ്റതില്ല ഞാൻ കാണിക്കാൻ നിഹാജിനെ പറഞ്ഞ പോലെ നീണ്ടോ അത് നീ പറഞ്ഞ പോലെ അയ്യോ അയ്യോ ആരും നോക്കുന്നില്ല ഗൈസ് നമ്മൾക്ക് എല്ലാരെയും പരിചയപ്പെടുത്തി തരാം. This is Mario Bros. ഇതാണ് അഗ്രജ്. അവിടെ നമ്മള് അമ്മാനത്തെ ഉണ്ട്, അതിനപ്പുറം ഗോപ്സ് ഉണ്ട്. ഇത് അനീസ്. ഇവിടെ പോത്തുണ്ട്. ഇവനാണ് താലിബാൻ ഗുണ്ട. അത് ഷറാഫ. ഇത് ഷറഫന്റെ ആങ്ങള ബദർ. ബദറോ? ഇത് പോത്ത് ഇങ്ങോട്ട് നോക്ക്. അനീസിനെ മറ്റേ പള്ളി വാമ്പർ ടീത്ത് അതിനകത്ത് പറയുന്നു. തൂക്കം, വേദന, ഭാരം, കൈവേദന, ഓർമ്മയുണ്ട്. ഈ മുഖം അല്ല ഓർമ്മയുണ്ട്. തല പിടിക്കുന്നില്ല. കള്ളത്രം പിടിച്ചേ രാത്രിയായി. രാവിലെ ആവുന്നില്ല. ഒമാനത്തെല്ലാം തിളങ്ങുന്നു. പറയോന്ന്
അത്രയും ഡാർക്കാണെന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഫിലിമുണ്ട്. ഇവനെന്താ ചെയ്യുന്നത് നമുക്ക് ആർക്കും അറിയില്ല. വാട്ട് ദേ ആർ ഡൂയിങ് വി ഡോണ്ട് നോ. വാട്ട്സ് ദേ ആർ ഡൂയിങ്. ഗൈസ്, സ്ഥലത്തിന്റെ പേര് നോക്കൂ. കണാക്കണ സാർ, ഈ സ്ഥലത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? പറ സാർ, എന്തുകൊണ്ട് ഈ സ്ഥലത്തിന് ഇങ്ങനെ പേരിട്ടു? കണാക്കണ സാർ പറയൂ. നിന്നെ പോലെ ചിലക്കുന്ന നിന്നെ ചിലപ്പോ പാട് പാട്. മന്നേറും വിണ്ണോരം മഴമായും പോലെ കുഞ്ഞോളം നീരും മായേലും മഞ്ചോരം കുഞ്ഞോളം എന്നേരും കനവുകളും ഒരു പിടി കാവലായി വഴി തേടണം. ഒരു മാധവും മൗന ചുംബനങ്ങളും പങ്കുവെക്കുവാൻ കൂടി വന്നതാരു. സൂര്യനെ നോക്കുക, കാണുന്നില്ല. ഗോവയത്തെ മെയിനായിട്ടുള്ള അതിന്റെ പേര് ഞാൻ പറഞ്ഞു. ഷഫ്നാസ് റിവർ. ഓ സീനാണ്. ഇതേതാ പാലത്തിന് പേരുന്നേ സാർ? വൈശാഖ് വൈഷു പാലം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈഷു പാലം. വൈഷു രാജകുമാരനും ഗോപകുമാരനും ഗ്ലാസിന് പൊട്ടിക്കടാ.
ആ ലാലേട്ട 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 കണ്ണെത്താ ദൂരത്തെ കൺസിങ്ങും ദീപങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ വീണവാങ്ങുമീ രാത്രി തെൻവാതിൽ ഓ ആകാശമേ നീ പെയ്യുമോ പ്രണയാദ്രമീ ശാന്തി നിലാവേ മായുമോ നിലാവിൻ പൂർണ്ണമായി ഇളം തേൻ തെന്നലായി തലോടും പാട്ടുമായി ചെഞ്ചുണ്ട് 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 ചേലോ ചെഞ്ചുണ്ട് 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 ചേലോ ആ വാതിലെ കാതോർത്ത് നീ നിന്നില്ലേ പാതിക്കും पहले से ज्यादा तुमको मैं लगाओ ओ ज्यादा तुमको मैं लगाओ ओ तुझ में रब दिखता है यारा मैं क्या करूं सजते सुर झुकता है यारा मैं क्या करूं तुझ में रब दिखता है यारा पुंजी मळयते നിലാവഞ്ചി തുഴനത്ത് ചിറാപുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴനത്ത് ചിറാപുഞ്ചി മഴയത്ത് പുഞ്ചി തുഴനത്ത് ചിറാപുഞ്ചി മഴയത്ത്. ഒരു മോഹൻലാൽ അടുത്ത് സംസാരിക്കാം. ലാലേട്ടാ ഫാൻ ലാലേട്ടൻ ഫാനാണ് ഗായ്സ്. ലാലേട്ടനെ സാമ്യമായിട്ടുള്ള ഒരാളായതുകൊണ്ട് എന്താണ് ലാലേട്ടനെ പറ്റി പറയാനുള്ളത്? അങ്ങനെ പറയൂലേ നീ എപ്പോഴും അങ്ങനെ പറഞ്ഞാന്ന് ഒഴിയല്ലേ. ലാലേട്ടനെ പറ്റിയിട്ട് 2 വാക്ക് പറയാണ്ട് പോണ്ട. മണിയറയെ കൊണ്ടുവച്ച് തിന്ന മോനെ വേണ്ടമായി തിന്നട മോനെ വേണ്ടമായി തിന്ന മോനെ പൊന്നമ്മായി നമ്മുടെ പൊന്നാരമ്മായി നമ്മുടെ മുത്തമ്മായി നമ്മുടെ ലിവറമ്മായി പെണ്ണിന്റെ മരണേ മംഗളം തേടുവാൻ ഒരു ശരം കൈകട്ടെ പാട്ടാണ് മാറണയുമ്പോൾ മുറ്റമടിക്കാനായി ചൂടെടുത്താൽ മുറ്റമടിക്കാനായി ചൂടെടുത്താൽ അവൾ നടന്നുകൊണ്ടും കൊല്ലാനും പാടില്ല കൊല്ലാനും പാടില്ല
മുന്തിരി പകിടുവാനായി നാരണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽബിലൊരാ. രാത്രി ഫുഡ് കഴിക്കാൻ അങ്ങനെയുണ്ട്. ഫുഡൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും കഴിക്കാൻ, എല്ലാവർക്കും ഇറക്കാം. വിശന്നാൽ വിശന്നാലല്ലാതെ ഒന്നൊന്നുമല്ലേ മാതിന്നതാ. ഫുൾ കോൺസെൻട്രേറ്റിങ്. ഉറങ്ങേണ്ട ഒരു മൂഡിലേക്കാണ് ബെഡ്ഷീറ്റ് ഒക്കെ പിരിക്കുന്നത്. ശിബില അപ്പോ സോ ഗൈസ്, നമ്മൾ നാളെ രാവിലെ അടുത്ത വ്ളോഗുമായി വരുന്നതായിരിക്കും. ഇന്നത്തെ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഇങ്ങനെ നിൽക്കാം. അപ്പൊ ഓക്കെ, ബൈ. ടോൺ 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 ടോൺ.